എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഫ്ലാറ്റ് സർക്കിൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കി. ഇനി ഫസ്റ്റായിട്ടുള്ള സ്ക്വയറിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് സ്ക്വയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 3 mm ക്രോഷ്യ ഹുക്കാണ്. ആക്രിലിക് യാണുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്ക്വയർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മളൊരു മാജിക് റിങ് ചെയ്യുക. എന്നിട്ട് ആ മാജിക് റിങ്ങിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സ്ലിപ്പ് നോട്ടിലല്ല, മാജിക് റിങ്ങിലാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു റിങ് ചെയ്തു. എന്നിട്ട് നല്ലോണം ആ വിരലിൽ അത് ഹോൾഡ് ചെയ്ത് ടൈറ്റാക്കി പിടിക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം യാണതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് 3 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യോട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 3 ചെയിൻസിന് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ. ആ മാജിക് റിങ് ഒന്ന് ടൈറ്റാക്കി ഒന്ന് ചെറുതാക്കി പിടിച്ചാൽ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനതിവിടെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ടുണ്ട്. ഇനി 2 ചെയിൻസ് ഇടുക. വീണ്ടും ആ റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യോട് ചെയ്യുക. അങ്ങനെ നമ്മളിവിടെ 4 സെറ്റ് 3 ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്തെടുക്കുന്നത്. സ്ക്വയർ ആയതുകൊണ്ട് 4 സൈഡല്ലേ. അപ്പം 4 സെറ്റ് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓരോ 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് നമ്മൾ 2 ചെയിൻസ് ഇടണം. നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. നമുക്ക് ആദ്യത്തെ ഒരു സെറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു, ഇനി തേർഡ് വണ്ണാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ 4 എണ്ണം ചെയ്തെടുക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ആ തേർഡ് ചെയിനിൽ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻസിൽ മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് സെറ്റും കൂടെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി 2 ചെയിൻസ് ഇട്ടിട്ട് നമ്മൾ ആ 3 ചെയിനിൽ നമ്മൾ റിങ് നല്ല ടൈറ്റ് ചെയ്ത് ഇട്ടു. എന്നിട്ട് ആ എക്സസ് വരുന്ന യാൺസ് നമ്മൾ ആ ഇതിൻ്റെ ബാക്കിൽ ഹോൾഡ് ചെയ്ത് കട്ട് ഓഫ് ചെയ്യുക. അത് ആ തേർഡ് ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് ഇട്ടത് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ആദ്യം നമ്മളൊരു മാജിക് റിങ് ചെയ്തു, 3 ചെയിൻസ് ചെയ്തു, 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ. എന്നിട്ട് നമ്മൾ ആ തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ ഇടുക. വീണ്ടും ആ സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യോട് ചെയ്യുക. എന്നിട്ട് ഒരു ചെയിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഓരോ ചെയിൻ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, പിന്നെ എന്നിട്ട് ഒരു ചെയിൻ ഇടുക. അങ്ങനെ ആ 4 ചെയിൻ സ്പേസിലും ചെയ്തെടുക്കുക. നമ്മൾ ഈ സെക്കൻഡ് റൗണ്ടിൽ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ചെയിൻ ഇടുക. അങ്ങനെ ഈ റൗണ്ട് ഫുൾ നമുക്ക് ചെയ്തെടുക്കാം. 4 സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ബാക്കി 2 സ്പേസിലൂടെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതവിടെ ആ 4 സ്പേസിൽ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആ തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ടും ക്ലോസ് ചെയ്തു. എല്ലാ പാറ്റേൺസും വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി പെട്ടെന്ന് മനസ്സിലാവും. എന്ത് സിമ്പിളായിട്ട് നമുക്ക് ഓരോ പാറ്റേൺസ് ചെയ്തെടുക്കാമെന്നറിയും. സ്ക്വയറൊക്കെ എപ്പോഴും നല്ലൊരു ഭംഗിയായി ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് വലിയ സ്ക്വയേഴ്സൊക്കെ ചെയ്ത് നമ്മൾ ടേബിളിൽ ഇട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ തേർഡ് റൗണ്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 4 ചെയിൻ ചെയ്തു. കാരണം അത് ആ സ്പേസിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇടുമല്ലോ, അതിനും ഒരു ചെയിനും. അങ്ങനെയാണ് 4 ചെയിൻസ് ചെയ്തു. നെക്സ്റ്റ് കോർണറിൽ നമ്മൾ 3 DC, 2 ചെയിൻ, 3 DC ചെയ്തു, ഒരു ചെയിൻ ഇട്ടു. പിന്നെ ആ ഒരു ചെയിൻ്റെ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. ഓക്കെ. അങ്ങനെ നമ്മൾ ഓരോ കോർണറിലും 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലെഫ്റ്റ് വരുന്ന ആ ഒരു ചെയിൻ്റെ സ്പേസ് ഉണ്ടാവില്ലേ, അവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതാണ് നമ്മളെ സ്ക്വയർ പാറ്റേൺ. ഇത് നിങ്ങൾക്ക് പല കളേഴ്സും ആഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഒരു കളറിലും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. ഇനി ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക്
വേറെ ഏതെങ്കിലും കളർ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് വലിയ മാറ്റൊക്കെ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഓരോ റൗണ്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ കോർണറിൽ എപ്പോഴും ശ്രദ്ധിക്കുക, 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ തന്നെ വരണം. അതിലെന്തെങ്കിലും തെറ്റിയാൽ നമ്മൾ സ്ക്വയറിൻ്റെ ഷേപ്പ് മാറും. എല്ലാ പാറ്റേൺസും അങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലും തെറ്റിയാൽ അപ്പം അതിൻ്റെ ഷേപ്പ് മാറി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാകും എവിടെയോ മിസ്സായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പം അത് കറക്റ്റ് അല്ലേ നോക്കി ചെക്ക് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് ജോയിൻ ചെയ്തു. അവിടെ നമ്മൾ ഓൾറെഡി ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് 3 ചെയിൻ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇനി എത്ര റൗണ്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും ആ കോർണർ കറക്റ്റ് ചെയ്യുക. ബാക്കി വരുന്ന സ്പേസിലൊക്കെ നിങ്ങൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു ഇതേപോലത്തെ സ്ക്വയർ പാറ്റേൺസ് ഒക്കെ ചെയ്ത് വെക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഓരോ പാറ്റേൺസും നല്ല ക്ലിയറായി നല്ല ചെക്ക് ചെയ്ത് ചെയ്യുക. നമ്മൾ ഇതിൽ ആദ്യം ഒരു മാജിക് റിങ് ചെയ്തു, 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻ ഇട്ടു, 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻ ഇട്ടു, 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻ ഇട്ടു, 3 ഡബിൾ ക്രോഷ്യ ചെയ്ത്, 2 ചെയിൻ ഇട്ട് സ്ലിപ്പ് ഇട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി ആ എക്സസ് വന്നിട്ടുണ്ടായിരുന്ന യാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ടൈ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അധികം വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാൻ ജസ്റ്റ് അവിടെ അതിൻ്റെ ഉള്ളിൽ വെച്ചെന്നേ ഉള്ളൂ, കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.